من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്തായിരുന്നുവെന്നും, അതുമല്ല എങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്തായിരിക്കണം എന്നും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകും. അബ്ദുല്ലാഹിബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നത്, കുന്നാ മഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. അപ്പോൾ ഹിഷാം റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മറ്റു ചില സ്വഹാബിമാരും പ്രവാചകനോടൊപ്പമുണ്ട്. വഹുവ ആഖിദുൻ ബിയദി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ തൻ്റെ കൈയോട് ചേർത്ത് പിടിച്ച് നടക്കുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഫഖാല ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അള്ളാഹുവിൻ്റെ പ്രവാചകരെ ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, പ്രവാചകരെ അങ്ങാണ് എനിക്ക് ഏറ്റവും എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങാണ്. ഇല്ലാ നഫ്സി, എന്നെ ഒഴിച്ചാൽ, എന്നോടുള്ള എൻ്റെ സ്നേഹം കഴിച്ചാൽ പിന്നെ എനിക്ക് ലോകത്ത് ഉള്ളതിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകരെ അങ്ങാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ല, അങ്ങനെയല്ല ഉമർ, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അള്ളാഹു തന്നെയാണ് സത്യം. എന്നിട്ട് പ്രവാചകൻ പറയുന്നത് വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബു ഇലൈക മിൻ നഫ്സിക്, ഞാൻ നിന്നേക്കാൾ പ്രിയപ്പെട്ടവനായി, നിന്നേക്കാൾ നിനക്ക് പ്രിയപ്പെട്ടവൻ ഞാനായി തീരുക തന്നെ വേണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഇന്നഹു അൽ ആൻ, എന്നാൽ പ്രവാചകരിതാ ഇപ്പം മുതൽ, എന്നാൽ ഇന്ന് ഈ സമയം ഞാൻ പ്രഖ്യാപിക്കുന്നത് അൽ ആൻ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്നേക്കാൾ പ്രവാചകരെ അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ഉമർ ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ അത് ശരിയായത്, ഇപ്പോഴാണ് നിന്റെ പ്രവാചക സ്നേഹം സമ്പൂർണമായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ വിശ്വാസികളാവുകയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം സമ്പൂർണ്ണമാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബു ഇലൈഹി, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുന്നതുവരെ. ആരെക്കാളൊക്കെ? മിൻ വാലിദിഹി, അവൻ്റെ മാതാപിതാക്കളെക്കാൾ, വവലദിഹി, അവൻ്റെ സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകത്ത് ആരൊക്കെയുണ്ടോ അവൻ പരിഗണിക്കുന്നതും പരിഗണിക്കാത്തതുമായിട്ടുള്ള ആരെല്ലാം ലോകത്തുണ്ടോ അവരെക്കാളെല്ലാം പ്രിയപ്പെട്ടവനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇടം പിടിക്കുന്നതുവരെ അവൻ വിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു സമ്പൂർണ്ണ വിശ്വാസിയാണോ, അല്ലെങ്കിൽ നമ്മളൊരു പരിപൂർണ പ്രവാചക സ്നേഹിയാണോ? പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങളും ഒരു ഭാഗത്തും, നമ്മളുടെ മക്കളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നു പോരുന്ന ചില ആചാര അനുഷ്ഠാനങ്ങളും മറ്റൊരു ദിശയിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ, ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളിലേക്ക്, വ്യത്യസ്ത ചേരികളിലേക്ക് വിഭിന്നമായി നിൽക്കുന്ന സമയത്ത് ഏതിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് എന്നിടത്താണ് നമ്മളിലെ പ്രവാചക സ്നേഹം വെളിവാകുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ പ്രവാചക സ്നേഹത്തെ അളക്കേണ്ടുന്നത്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പറഞ്ഞതുകൊണ്ട് എന്നൊക്കെ പല ന്യായങ്ങളും പറഞ്ഞ്, അല്ലെങ്കിൽ നാട്ടിലിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് എൻ്റെ വീട്ടിലെ കല്യാണവും ഇങ്ങനെ, എൻ്റെ വീട്ടിലെ മരണവും ഇങ്ങനെ എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് നിങ്ങൾ പറയുകയും എന്നിട്ട് ഞാനൊരു സമ്പൂർണ്ണ പ്രവാചക സ്നേഹിയാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവിടെ ഈ സംഭവങ്ങളും ഈ ഹദീസുകളും ഒക്കെ ഒന്ന് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടുന്നതാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടായിരിക്കണം അവന് ഉണ്ടാവേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ വചനത്തിൽ പറഞ്ഞു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരിക്കണം അവരുടെ ജീവിതത്തിൽ. ആണോ എന്നത് നമ്മളാണ് ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം ആർക്കാണ് എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടുന്നത്. എൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവൻ്റെ പ്രവാചക സ്നേഹം നമ്മൾ അളന്നിട്ട് കാര്യമൊന്നുമില്ല.
അത് നമ്മുടെ പരലോകത്തിന് യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്യില്ല. നേരെ മറിച്ച് എൻ്റെ പ്രവാചക സ്നേഹം യഥാർത്ഥ പാതയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന് ആലോചിച്ച് തിരുത്തലുകൾ വരുത്താനുണ്ട് എങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഭാവി സുരക്ഷിതമാവുക, നമ്മുടെ പരലോകം സുരക്ഷിതമാവുക. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകേണ്ടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകനോടൊപ്പം ജീവിച്ചിരുന്ന സഹാബിമാരുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസിയാകുന്നതിന് മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രയധികം ശത്രുത വെച്ച് പുലർത്തുകയിരുന്ന സമയത്ത് അബൂ സുഫിയാൻ പോലും പറഞ്ഞത് എന്താണെന്നറിയോ? മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ഞാൻ കണ്ടിട്ടില്ല നാളിതുവരെ. ശരിക്ക് മക്കയിലുള്ള ആളുകളുടെ കച്ചവടത്തിൻ്റെ ഒരു അംബാസിഡർ ആയിരുന്നു അബൂ സുഫിയാൻ. മക്കയിലുള്ള കച്ചവട ചരക്കുകൾ കൊണ്ട് ഷാമിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും കച്ചവടവുമായി പോയി അവിടെ കച്ചവടം ചെയ്ത് പല രാജ്യങ്ങൾ കണ്ട് പരിചയമുള്ള ആളുകൂടിയാണ് അബൂ സുഫിയാൻ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്, ഹിർക്കലുമായി നടത്തുന്ന സംഭാഷണം അബൂ സുഫിയാനാണ് നടത്തുന്നത്. റോമിൽ പോയി കച്ചവടം ചെയ്തിരുന്ന ആളാണ് അബൂ സുഫിയാൻ. അങ്ങനെ പല രാജ്യങ്ങൾ കണ്ട് പല രാജാക്കന്മാരെ കണ്ട് അവരുടെ അടിയാന്മാരെ കണ്ട് അവർക്കുള്ള സ്വാധീനമൊക്കെ കണ്ട അബൂ സുഫിയാൻ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദിൻ്റെ അനുയായികൾ ഇഷ്ടപ്പെടുന്നത് പോലെ ലോകത്തൊരു മനുഷ്യനെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇത് അബൂ സുഫിയാൻ വിശ്വാസിയാകുന്നതിന് മുൻപ് മക്കയിലെ മുശ്രിക്കുകളായ ഖുറൈശികളായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വർത്തമാനമാണ്. ബദറിൻ്റെ സന്ദർഭത്തിലോ മറ്റോ ആണ് ഈ വർത്തമാനം നടക്കുന്നത്. അതുകൊണ്ട് അവർ ആ പ്രവാചകന്റെ പിന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അബൂ സുഫിയാൻ അന്ന് ആ വർത്തമാനം പറഞ്ഞത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടുന്നത് അബൂ സുഫിയാന് പോലും ഇതാണ്. അപ്പോൾ സ്വഹാബിമാരുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഫവല്ലാഹി മാ ശഅർതു ഖത്തുൻ ഖബ്ല ദാലിക്കൽ യൗം. അല്ലാഹുവാണേ, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ദിവസം, ആ ഒരു ദിവസത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. അന്ന അഹദൻ യബ്കി മിനൽ ഫറഹി ഹത്താ റഅയ്തു അബൂബക്കർ യൗമഇദിൻ യബ്കി. ഒരു മനുഷ്യനുണ്ടല്ലോ, അവന് സന്തോഷം കൊണ്ട് കരയുന്ന ഒരു കാഴ്ച. പലരും സന്തോഷം കൊണ്ട് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നേ ദിവസം കരഞ്ഞതുപോലെ, സന്തോഷം കൊണ്ട് കരഞ്ഞതുപോലെയുള്ള ഒരു കരച്ചിൽ, സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഏതാ ആ ദിവസം എന്നറിയോ? ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലായിരിക്കുന്ന സമയത്ത്, അതിൽ പ്രവാചകനോടൊപ്പമുള്ള അനുചരന്മാരിൽ പലരും മദീനയിലേക്ക് ഹിജറ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജറ പോകാനുള്ള അനുവാദം റബ്ബ് കൊടുക്കുന്ന സമയം, ആ സമയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദാറുന്നദുവയിൽ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ സംഘം ചേർന്ന് പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ, പ്രവാചകനെ വധിക്കുന്നതിനു വേണ്ടി ഓരോ ഗോത്രങ്ങളിൽ നിന്നും ഓരോ യുവാക്കളെ തിരഞ്ഞെടുത്ത് ചട്ടം കെട്ടി പ്രവാചകനെ വധിക്കാൻ തീരുമാനിച്ച് നിൽക്കുന്ന സമയത്തു കൂടിയാണ് ഈ വിവരം അറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, അബൂബക്കർ, നമുക്ക് പോകാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വാഹനം തയ്യാറാക്കണം എന്ന്. ആ വർത്തമാനം കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അന്ന് യാത്ര ചെയ്യുകയാണ് എങ്കിൽ ജീവഹാനി ഭയപ്പെട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ആ സമയത്തും സന്തോഷം കൊണ്ട് അബൂബക്കർ കരഞ്ഞതുപോലെ ഞാൻ മറ്റൊരാൾ കരയുന്നത് കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോടൊപ്പമുള്ള യാത്രയിൽ പ്രവാചകന്റെ മുന്നിലായി കുറേ നേരം യാത്ര ചെയ്യും, പിന്നീട് പ്രവാചകന്റെ പിന്നിലൂടെ യാത്ര ചെയ്യും, ഇടതും വലതുമായി മാറിയും തിരിഞ്ഞുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, എന്താ അബൂബക്കർ ഇങ്ങനെ പല വശങ്ങളിലായി യാത്ര ചെയ്യുന്നത് എന്ന്.
അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകരെ, ഞാൻ അങ്ങയുടെ മുന്നിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള പേടി പിന്നിലൂടെ അങ്ങയെ ആരെങ്കിലും ആക്രമിക്കുമോ എന്നാ. അപ്പം ഞാൻ പതുക്കെ പിന്നിലേക്ക് വരും. അങ്ങനെ പിന്നിൽ കുറേ നേരം യാത്ര ചെയ്യുമ്പോഴേക്ക് വീണ്ടും എൻ്റെ ഉള്ളിൽ ആദി ഉണ്ടാകുന്നത്, പ്രവാചകരെ, അങ്ങയെ മുന്നിൽ നിന്നോ സൈഡിൽ നിന്നോ ആരെങ്കിലും ആക്രമിക്കുമോ എന്നാണ്. ആ ഭയമാണ് ഇങ്ങനെ വശങ്ങൾ മാറി സഞ്ചരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ഉഹദിന്റെ ചരിത്രം വായിച്ച ആളുകൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നിൽ ഒരു പരിചയായി നിന്ന് പ്രവാചകന് നേരെ വരുന്ന അമ്പുകളെ ഏറ്റുവാങ്ങിയിട്ട് 70-നും 80-നും ഇടയിൽ അമ്പുകൾ ഒരു മനുഷ്യന്റെ നെഞ്ചിൽ നിന്ന് ഊരിയെടുക്കേണ്ടി വന്ന അവസ്ഥ. അതായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഉഹദിലെ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പരിച കണക്കെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇടക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമത്രേ, യാ നബിയല്ലാഹ് ബി അബി അൻത വ ഉമ്മി, പ്രവാചകരെ, അങ്ങയുടെ സംരക്ഷണത്തിന് എൻ്റെ ഉമ്മയെയും എൻ്റെ വാപ്പയെയും എല്ലാം പകരം തരാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ലാ തുശ്രിഫ്, പ്രവാചകരെ, അങ്ങ് ഇടക്കിടക്ക് ഇങ്ങനെ എത്തി നോക്കരുത്. യഥാർത്ഥത്തിൽ ത്വൽഹ റളിയല്ലാഹു മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പ്രവാചകന്റെ മുന്നിലുള്ള പലതും കാണാൻ കഴിയണില്ല. നബി ഇങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകരെ, ലാ തുശ്രിഫ്, അങ്ങ് എത്തി നോക്കരുത്. കാരണം യുസീബുക സഹ്മും മിൻ സിഹാമിൽ ഖൗം, അവർ എയ്തു വിടുന്ന അമ്പുകളിൽ ഏതെങ്കിലും ഒന്ന് അങ്ങയുടെ ദേഹത്ത് പതിക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങിങ്ങനെ എത്തി നോക്കരുത്. നെഹ്രി ദൂന നെഹ്രിക്, അങ്ങയുടെ വിരിമാറിന് മുന്നിൽ ഞാൻ എൻ്റെ നെഞ്ചകം ഒരു പരിച കണക്കെ വെച്ചിട്ടുണ്ട് പ്രവാചകരെ. അതുകൊണ്ട് അങ്ങ് ഇടക്കിടക്ക് ഇങ്ങനെ എത്തി നോക്കരുത് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, എന്തേ ത്വൽഹ, നിനക്ക് ഇത്രയേറെ അമ്പുകൾ നിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പാഞ്ഞു കയറുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്ന്, ഒന്ന് വിശ്രമിക്കണമെന്ന്, ഒന്ന് മാറണമെന്ന് വേദന കൊണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ? അങ്ങനെ തോന്നിയില്ലേ? പലതവണ തോന്നി പ്രവാചകരെ. പക്ഷേ അങ്ങനെ ഞാൻ മാറി നിൽക്കുന്ന പക്ഷം ആ അമ്പുകൾ എൻ്റെ റസൂലിൻ്റെ ദേഹത്താണല്ലോ പതിക്കുക എന്ന ഭയമാണ്, ആശങ്കയാണ് എന്നെ അതിന് പ്രേരിപ്പിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ തന്നെ നിന്നത് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇത് സ്വഹാബിമാരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം എത്രയായിരുന്നുവെന്ന് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഇമാം ബുഖാരിയുടെ ഹദീസുകളിൽ എല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടുന്നത് എന്താണെന്നറിയോ? എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇത്രയും പ്രിയപ്പെട്ടവനായത്? നമ്മൾ അങ്ങനെയാണല്ലോ ആലോചിക്കേണ്ടത്. ഈ ചരിത്രം ഇങ്ങനെ കേട്ടിട്ട് കൊള്ളാം, ഇത് ഞാൻ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിൻ്റെ ഒരു ചരിത്രമാണല്ലോ എന്നതിൽ അഭിമാനം കൊള്ളുകയല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായത്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശം കൊണ്ടാണോ അവർ അത്രയും പ്രിയപ്പെട്ടവരായത്? അങ്ങനെയാണെങ്കിൽ അതേ ആദർശമുള്ള ആളുകൾ പരസ്പരം ഇതേ രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകളാകണ്ടേ? ആണോ? അല്ലല്ലോ. ഒരേ ആദർശം പേറുന്ന ആളുകൾക്കിടയിൽ തന്നെ ഈ സ്നേഹബന്ധം നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അതുമാത്രമല്ല, അതൊരു ഘടകമാണ് എങ്കിലും അതുമാത്രമല്ല. പിന്നെ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് ഇത്രയും പ്രിയപ്പെട്ടവനായത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പ്രവാചകന്റെ ഇടപെടലുകളും പ്രവാചകന്റെ പെരുമാറ്റവും ഒക്കെയാണ് അതിന് കാരണം എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, എന്തുകൊണ്ടാണ് നമ്മൾ പലർക്കും പ്രിയപ്പെട്ടവനാകാത്തത്? നമ്മുടെ അതേ ആദർശമുള്ള ആളുകളിൽ തന്നെ പലർക്കും നമ്മൾ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവനാകുന്നില്ല? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മുടെ പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്, നമ്മുടെ സ്വഭാവത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഇടപെടലിന് എന്തൊക്കെയോ തകരാറുകളുണ്ട്. അത് എന്താണ് എന്ന് കണ്ടുപിടിച്ച് തിരുത്തുന്നിടത്താണ്
നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ ഗുണപാഠങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ കൊണ്ട് ശത്രുക്കളിൽ വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. സുമാമത്ത് ഇബ്നു ഉസാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിശ്വാസിയായ മനുഷ്യനാണ്. എന്നാൽ വിശ്വാസിയാകുന്നതിന് മുൻപ് ഒരു നാട് ഭരിച്ചിരുന്ന നാട്ടുരാജാവായിരുന്ന ആളാണ് സുമാമ എന്ന് പറയുന്നത്. യമാമ ഭരിച്ചിരുന്ന ആളാണ് സുമാമ. സുമാമ ഒരിക്കൽ അദ്ദേഹത്തെ മദീനയിലെ ചില സഹാബിമാർ സുമാമയെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുവന്നു. മദീന പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് മദീന പള്ളിയിൽ ഒരു സ്ഥലത്ത് സുമാമയെ ബന്ധിപ്പിച്ചു. അവർക്കറിയില്ലായിരുന്നു ഈ വന്ന അല്ലെങ്കിൽ ഈ പിടിക്കപ്പെട്ട ആൾ യമാമ എന്ന് പറയുന്ന പ്രദേശത്തെ രാജാവാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് ഇദ്ദേഹത്തെ ഇങ്ങനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഇദ്ദേഹം ഒരു രാജാവാണ്. പ്രവാചകൻ സുമാമയോട് ചോദിച്ചു, എന്തുണ്ട് സുമാമ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നാണ്. അപ്പോൾ സുമാമ അപ്പോൾ മറുപടി പറഞ്ഞത്, പ്രവാചകരെ, അങ്ങ് ഇഷ്ടപ്പെടുന്നത് എന്തും ചോദിച്ചോളൂ, എന്തും പകരം തരാൻ ഞാൻ തയ്യാറാണ്. പണം വേണമെങ്കിൽ പണം, എന്തും പകരം തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസങ്ങളിൽ തന്നെ നിൽക്കും എന്നുള്ളിടത്താണ്. ഇത് പലതവണ ആവർത്തിച്ചു. മൂന്നാമത്തെ തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമയുടെ അടുത്ത് വന്നുകൊണ്ട് ഇതേ ആവർത്തി പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറഞ്ഞത് സുമാമയെ വിട്ടയക്കാനാണ്. സുമാമയെ പറഞ്ഞയക്കാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി പള്ളിയുടെ അടുത്തുള്ള ഒരു ഈത്തപ്പനയുടെ അടുക്കലേക്ക് ചെന്ന് വൃത്തിയായി കുളിച്ച് വസ്ത്രം മാറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്ന വർത്തമാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. പ്രവാചകരെ, അങ്ങിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങ് കൊണ്ടുവന്ന ഈ ആദർശത്തിലും ഈ പരിചയപ്പെടുത്തിയ അള്ളാഹുവും എനിക്ക് ബോധ്യമായതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് സുമാമ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിപ്പിച്ചത് കേവലം ആ പള്ളിയിലിരുന്നു കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കാണുകയാണ്. എല്ലാ വക്തിനും പ്രവാചകൻ അവിടേക്ക് വരുന്നുണ്ട്. പ്രവാചകന്റെ അനുചരന്മാരോട് നടത്തുന്ന ഇടപെടൽ സുമാമ നേരിട്ട് കാണുന്നുണ്ട്. ഒരു രാജാവ് തൻ്റെ പ്രജകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് സുമാമക്ക് നന്നായി അറിയാം. അത് ആവോളം ആസ്വദിച്ച ആളുകൂടിയാണ് സുമാമ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന പച്ചയായ മനുഷ്യൻ തൻ്റെ അനുചരന്മാരോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ലാളനയും എല്ലാം സുമാമ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ബോധ്യമാവുകയാണ്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് റബ്ബിൻ്റെ പേരിൽ എന്തിനാണ് നുണ പറയേണ്ടത് എന്ന ബോധ്യമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സുമാമ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഷഹാദത്ത് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ഈ ഷഹാദത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം സുമാമ പറഞ്ഞ ഒരു വർത്തമാനം കൂടിയുണ്ട് ചരിത്രത്തിൽ. വല്ലാഹി കാന അലൽ അർളി വജ്ഹുൻ അബ്അദു ഇലയ്യ മിൻ വജ്ഹിക്. മുഹമ്മദ്, നീ അറിയണം, ഈ ലോകത്ത് നിന്റെ മുഖത്തേക്കാൾ എനിക്ക് കോപമുള്ള, അപ്രിയമായ, അനിഷ്ടമായ ഒരു മുഖം വേറൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ലോകത്ത് ആരുടെയെങ്കിലും മുഖം കാണുന്നത് ദേഷ്യമുണ്ടാക്കുന്നുവെങ്കിൽ അത് മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ മുഖം കാണുമ്പോഴായിരുന്നു. എന്നാൽ ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബുൽ വുജൂഹി ഇലയ്യ. എന്നാൽ എന്താണെന്നറിയോ, ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുഹമ്മദെ അങ്ങയുടെ മുഖമാണ്. ഏറ്റവും മോശമായി കണ്ടിരുന്ന, ഏറ്റവും ദേഷ്യമുളവാക്കിയിരുന്ന ആ മുഖം ഏറ്റവും പ്രിയപ്പെട്ട മുഖമായി മാറാൻ 3 ദിവസങ്ങളാണ് സുമാമക്ക് വേണ്ടി വന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞ വർത്തമാനം വകാന അലൽ അർളി ദീനുൻ അബ്അദു ഇലയ്യ മിൻ ദീനിക്. നിന്റെ മതത്തേക്കാൾ എനിക്ക് ദേഷ്യമുണ്ടായിരുന്ന ഒരു മതം വേറെ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിനെ പോലെ എനിക്ക് വെറുപ്പുണ്ടായിരുന്ന ഒരു മതം ലോകത്ത് വേറെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫഖദ് അസ്ബഹ ദീനുക അഹബ്ബു ദീനിൻ ഇലയ്യ. എന്നാൽ ഇപ്പോൾ നിന്റെ ദീനിനോളം ഞാൻ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ദീന് ഈ ദുനിയാവിലില്ല. അപ്പോൾ പിന്നീട് പറയുന്നത് വകാന അലൽ അർളി ബലദുൻ അബ്അദു ഇലയ്യ മിൻ ബലദിക. നിന്റെ നാടിനേക്കാൾ എനിക്ക് ദേഷ്യമുള്ള ഒരു നാട് വേറെ ഉണ്ടായിരുന്നില്ല. ഈ മദീനയേക്കാൾ എനിക്ക് അപ്രിയമായ ഒരു ദേശം വേറെ ഉണ്ടായിരുന്നില്ല.
എന്നാൽ ഫഖദ് അസ്ബഹ ബലദുക അഹബ്ബുൽ ബിലാദി ഇലയ്യ, എന്നാൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിന്റെ നാടാണ്. അപ്പോൾ ഏറ്റവും ദേഷ്യം തോന്നിയിരുന്ന, വെറുപ്പ് തോന്നിയിരുന്ന ഒരു മുഖം ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ, ഏറ്റവും വെറുപ്പ് തോന്നിയിരുന്ന ഒരു മതം ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ, ഏറ്റവും വെറുപ്പ് തോന്നിയിരുന്ന ഒരു നാട് ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ സുമാമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വന്നത് 3 ദിവസത്തെ പ്രവാചകനുമായുള്ള അടുപ്പം മാത്രമാണ്. നമ്മുടെയൊക്കെ കൂടെ എത്ര വർഷങ്ങളായി നമ്മളോടൊപ്പം നടക്കുന്ന ആളുകളുണ്ട്. എന്തു മാറ്റമാണ് അവർക്ക് നമ്മൾ മുഖേന ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. 3 അല്ല 30 വർഷമായി സൗഹൃദം പുലർത്തുന്ന എത്ര ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. അവരിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. പ്രവാചകന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിലെ 159-ാമത്തെ വചനം. ഒരുപാട് വശങ്ങളുണ്ട്, ഒരു ഭാഗം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, പ്രവാചകരെ അള്ളാഹുവിന് അങ്ങയോടുള്ള റഹ്മത്ത് കൊണ്ടാണ്, പ്രവാചകരെ അങ്ങേക്ക് അള്ളാഹു ചെയ്തു തന്ന റഹ്മത്ത് കൊണ്ടാണ് ലിൻത ലഹും, അവരോട് ഇങ്ങനെ സോഫ്റ്റായി സൗമ്യമായി പെരുമാറാൻ പ്രവാചകരെ അങ്ങേക്ക് സാധിക്കുന്നത് അള്ളാഹു താങ്കൾക്ക് ചെയ്തു തന്ന റഹ്മത്ത് കൊണ്ടാണ്. വലൗ കുൻത ഫദ്ദൻ, താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയായിരിക്കുകയും ഗലീലൽ ഖൽബ്, കഠിന ഹൃദയനും ആയിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റും ഇവരിങ്ങനെ അടയിൽ ഈച്ച പൊതിയും പോലെ വന്നുകൂടില്ലായിരുന്നു. അങ്ങയുടെ സാമീപ്യം ഇവർ ആഗ്രഹിക്കില്ലായിരുന്നു. ലം ഫല്ലു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റിൽ നിന്നും ഇവർ എപ്പോഴോ വിട്ടെറിഞ്ഞ് വിദൂരം പ്രാപിച്ചേനെ. ഇവരോടൊക്കെ അങ്ങിങ്ങനെ സോഫ്റ്റായി സൗമ്യമായി പെരുമാറുന്നത് കൊണ്ടാണ് പ്രവാചകരെ ഇവരൊക്കെ അങ്ങയോടൊപ്പമുള്ളത്. അതുകൊണ്ട് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പാപം പുറത്തു കൊടുക്കണം നല്ലട്ടോ. ഈ ആയത്ത് ആരെങ്കിലും വായിച്ചിട്ട് അങ്ങനെയും മനസ്സിലാക്കരുത്. പ്രവാചകരെ അങ്ങ് അവർക്ക് പാപം പുറത്തു കൊടുക്കണമെന്നല്ല, ഇസ്തിഗ്ഫാർ നടത്തണം എന്നാണ്. അവർക്ക് വേണ്ടി പാപമോചനം അള്ളാഹുവിനോട് തേടണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. വശാവിർഹും ഫിൽ അംർ, ഇനിയും അവരെ കാര്യങ്ങളിൽ പങ്കാളികളാക്കണം, കൂടിയാലോചനകളിൽ അവരും ഉണ്ടാവണം. ഈ ആയത്തിറങ്ങിയൊരു പശ്ചാത്തലം ഏതാണെന്നറിയോ? ഉഹുദിൻ്റെ സന്ദർഭത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിലെത്തുന്നുണ്ട്. ഉഹുദിൽ ശത്രുക്കളുടെ മുന്നിൽ എങ്ങനെയാണ് യുദ്ധത്തെ ക്രമീകരിക്കേണ്ടുന്നത് എന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ കുറച്ച് ആളുകളെ ഉഹുദ് മലയുടെ മുകളിൽ നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പന കിട്ടാതെ ഒരിക്കലും ഈ മലയിൽ നിന്ന് താഴത്തേക്ക് വരരുത്. യുദ്ധക്കളത്തിൽ പലതും സംഭവിക്കാം, എങ്കിലും എൻ്റെ കൽപ്പന കിട്ടാതെ നിങ്ങൾ താഴേക്ക് ഇറങ്ങരുത് എന്ന്. ആദ്യഘട്ടം യുദ്ധം തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബിമാർക്കും ശത്രുക്കളുടെ മേൽ ആധിപത്യം നേടിയെടുക്കാൻ സാധിച്ചു. ശത്രുക്കൾ അവർ കൊണ്ടുവന്ന ആയുധങ്ങളും അവരുടെ വാഹനങ്ങളുമെല്ലാം യുദ്ധക്കളത്തിൽ ഇട്ടേച്ച് പിന്തിരിഞ്ഞോടുകയും ചെയ്തു. യുദ്ധക്കളത്തിലുള്ള സ്വഹാബിമാർ ഈ യുദ്ധാർജിത മുതൽ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മലമുകളിൽ നിൽക്കുന്ന ചില ആളുകൾക്ക് തോന്നി, ഇനിയും നമ്മളിവിടെ നിന്നാൽ ഗനീമത്ത് സ്വത്ത് നമുക്ക് കിട്ടൂല, ശേഖരിച്ചതെല്ലാം അവർ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, താഴേക്ക് പോകണം, താഴേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഗനീമത്ത് ശേഖരിക്കണം. അവരുടെ നേതാവ് അവരെ വിലക്കിയതാണ്, പ്രവാചകന്റെ കൽപ്പനയില്ലാതെ നിങ്ങൾ താഴേക്ക് ഇറങ്ങരുത് എന്ന്. എന്നാൽ അവരത് ചെവിക്കൊണ്ടില്ല, അവർ താഴേക്ക് ഇറങ്ങി. ഈ സമയത്ത് ഖാലിദ് ബിൻ വലീദ്, അന്ന് മുസ്ലിം ആയിട്ടില്ല, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ഉഹുദിൻ്റെ പിന്നിലൂടെ കുതിരപ്പടയാളികളായി വന്ന് മുസ്ലിങ്ങളെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. ആക്രമിച്ചപ്പോൾ ആ യുദ്ധത്തിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ വഹ്ഷി, വാടകക്കുലയാളിയായിരുന്ന വഹ്ഷി കൊല ചെയ്യുന്നത് ആ ഉഹുദിൽ വെച്ചിട്ടാണ്. പ്രവാചകന് പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത് ആ ഉഹുദിലാണ്. കൊല ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല,
ഹംസയുടെ മാറ് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് അത് ചവച്ചു തുപ്പിയ ഹിന്ദും ഉഹുദിൽ വെച്ച് തന്നെയാണ് ആ സംഭവം നടന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന് പറയുന്ന കിംവദന്തി നാടാകെ പ്രചരിപ്പിച്ചു. പ്രവാചകൻ കുഴിയിൽ വീണു, പ്രവാചകൻ്റെ പല്ല് പൊട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് പടയങ്കിയുടെ ആണി തറച്ച് മുറിവുണ്ടായി. ഒരുപാട് സ്വഹാബിമാർ ഷഹീദാകേണ്ടി വന്നു. അതിലേറെ അമ്പുകളുമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും നിന്ന് ഒരുപാട് അമ്പുകൾ അവരുടെ നെഞ്ചകത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങി അവർ മദീനയിലെത്തി. ഈ അനുസരണക്കേട് കാണിച്ച, ഈ ഒരു വിപത്തിന് കാരണമായ, ഈ ഒരു ദുരന്തത്തിലേക്ക് ഈ മുസ്ലിം സൈന്യത്തെ എത്തിച്ച ഇവർക്കെതിരെ എന്ത് നടപടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകളിലേക്കാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അവതരിക്കുന്നത്. പ്രവാചകരെ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഫഅഫു അൻഹും, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അതുമാത്രം പോരാ, അവർ ചെയ്ത തെറ്റിന് ബാധിക്കപ്പെട്ടതാരോ ആ ആള് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. ഫസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും വേണം. തീർന്നില്ല, അവരെ ഇനി അകറ്റി നിർത്തരുത്. ഇനിയൊരു യുദ്ധമുണ്ടാകുമ്പോഴേക്ക് ആ യുദ്ധമുന്നണിയിൽ അവർ വേണ്ട എന്നു തീരുമാനിക്കരുത്, അവരെയും കൂടെ കൂട്ടണം. വശാവിർഹും ഫിൽ അംർ, ഇനിയും അവരെ കാര്യങ്ങളിൽ പങ്കാളികളാക്കണം. അതാ ഇസ്ലാമിൻ്റെ നിയമം. ആരെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെയെങ്കിലും നാട് കടത്താൻ വേണ്ടി യോഗം കൂടിയിട്ടുണ്ട് എങ്കിൽ അത് ദാറുൻ നദ്വയിൽ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് അബൂജഹൽ മാത്രമാണ്. എന്നാൽ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ്. പ്രവാചകൻ ചേർത്ത് പിടിക്കുകയാണ് ആ ആളുകളെ കൂടി. എന്നിട്ട് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഇനിയും ഈ ആദർശത്തിൻ്റെ പോരാട്ടത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രവാചകരെ അങ്ങ് ഈ സ്വഹാബികളെയും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവരെയും കൂടെ കൂട്ടണം. എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. ഇതാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടുന്നത്. തെറ്റുകൾ സംഭവിച്ചു പോകുന്ന, തെറ്റുകൾ പറ്റിയ ആളുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവരോട് എന്തു സമീപനം സ്വീകരിക്കണം എന്ന് ഓരോ കുടുംബത്തിലും നേതൃസ്ഥാനം വഹിക്കുന്ന നമ്മളത് തിരിച്ചറിയണം. നമ്മുടെ കൂടെയുള്ള ആളുകളെ എങ്ങനെയെന്ന് ഓരോ സംഘത്തെയും സംഘടനകളെയും നയിക്കുന്ന നേതാക്കന്മാരത് തിരിച്ചറിയണം. ഓരോ സ്ഥാപനങ്ങളിലെയും മേധാവികളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവരും പഠിക്കണം. തൻ്റെ താഴെയുള്ള കീഴുദ്യോഗസ്ഥരായിട്ടുള്ള കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് എന്തു സമീപനം സ്വീകരിക്കണം എന്ന്. ഇതൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ, അത് വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് വിശ്വാസികൾ നേടിയെടുക്കേണ്ടുന്ന ഗുണപാഠങ്ങൾ എന്ന് പറയുന്നത്. ഇത് എപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുന്നുവോ അപ്പോഴാണ് ഈ ആദർശം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി തീരുക, അല്ലെങ്കിൽ അവർ നമുക്ക് പ്രിയപ്പെട്ടവരായി തീരുക അപ്പോഴാണ്. അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് വിധേനയാണ് വിശ്വാസികൾ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിലപാടുകളിൽ, നയങ്ങളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്,
ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന രൂപത്തിലുള്ള പ്രവാചക സ്നേഹ പ്രകടനങ്ങളുണ്ട്. വിശ്വാസികൾക്ക് എന്ത് നിലപാടാണ് അതിൽ സ്വീകരിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ നമുക്ക് നല്ല ധാരണയുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ എവിടെയും നാം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പ്രവാചക സ്നേഹ ആഘോഷങ്ങൾക്ക് തെളിവുകളില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എവിടെയും ഇത്തരം ആഘോഷങ്ങൾക്ക് തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സ്വഹാബിമാരുടെ കാലഘട്ടത്ത് എപ്പോഴെങ്കിലും ഈ രൂപത്തിലുള്ള ഒരു ആഘോഷം നടന്നതായി തെളിവില്ല. ഖുലഫാ ഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലോ അതിനെ തുടർന്നോ ഒന്നും ഈ രൂപത്തിൽ ആഘോഷങ്ങൾ നടന്നതായി ചരിത്രത്തിലോ ഹദീസുകളിലോ ഒന്നും തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ എപ്പോഴാണ് തുടങ്ങിയത് എന്നതിന് ചിലത് കാണാൻ കഴിയുന്നത് തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറയുന്നത് ഹിജറ 300 ശേഷമാണ് എന്നാണ്. ഹിജറ 600 ശേഷം എന്നും അഭിപ്രായമുണ്ട്. ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളത് ഫാത്തിമിയ ഭരണാധികാരിയായിട്ടുള്ള മുളഫറിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന രൂപത്തിലുള്ള ആഘോഷ പരിപാടികൾ നടത്തിയിട്ടുള്ളത് എന്നാണ്. അത്രയും ആമുഖമായി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് നമ്മൾ അറിയേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച് സൂചിപ്പിച്ചെടുത്ത് ഞാൻ ആ ദിവസമാണ് ജനിച്ചത്, അതുകൊണ്ടാണ് പ്രവാചകൻ നോമ്പ് നോറ്റത് എന്ന് പറയുന്ന ഹദീസുകൾ കാണാൻ കഴിയും. തിങ്കളാഴ്ചയാണ് എന്നതിന് ഹദീസുകളിൽ നമുക്ക് തെളിവ് കാണാൻ കഴിയും. എന്നാൽ അത് റബീഉൽ അവൽ 12 എന്നതിൻ്റെ കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 7ഓളം അഭിപ്രായങ്ങളുണ്ട്. പ്രവാചകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് 7ഓളം അഭിപ്രായങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. റമളാനിലാണ് എന്നുവരെ അഭിപ്രായം പറഞ്ഞ ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ അതിൽ പ്രബലമായ അഭിപ്രായം റബീഉൽ അവൽ 12 എന്നതാണ്. ആധുനികരായ കുറേ ഗോളശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് റബീഉൽ അവൽ 12 അത് നബി ജനിച്ച ആ വർഷത്തിൽ അത് തിങ്കളാഴ്ചയാകാൻ യാതൊരു സാധ്യതയില്ല എന്നാണ്. അപ്പോൾ അവിടെ ചില വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. എന്തു തന്നെയാണെങ്കിലും അതിനി റബീഉൽ അവൽ 12 അന്ന് തിങ്കളാഴ്ച ആണ് എങ്കിൽ പോലും അന്ന് നമ്മളിന്ന് കാണുന്ന രൂപത്തിലുള്ള ആഘോഷ പരിപാടികൾക്ക് പ്രവാചകനിൽ നിന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ നിന്നോ മാതൃകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ദൗത്യം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഞാൻ ഇന്ന് പൂർത്തിയാക്കി തരികയും വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തരികയും വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, അതാ ഇസ്ലാം ഒരു മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തു. അതോടുകൂടി ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ പുതിയതായി അന്നില്ലാത്ത എന്തെങ്കിലും ഒന്ന് പുതിയതായി മതത്തിൻ്റെ പേരിൽ നന്മ ലഭിക്കുന്നതാണ്, പുണ്യം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് പറയാം. അങ്ങനെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പുണ്യങ്ങൾ പിന്നീട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ ബിദ്അത്ത് എന്നാണ് പറയേണ്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എൻ്റെ ഈ മതത്തിൽ, എൻ്റെ ഈ ചര്യയിൽ ഇതിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും കൊണ്ടുവരികയാണ് എങ്കിൽ അവൻ അത് തള്ളിക്കളയപ്പെടേണ്ടതാണ്, വിശ്വാസി സമൂഹം അത് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇനി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ ഗൗരവം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത്, ഒരു പുത്തൻ ആചാരം കൊണ്ടുവരികയും എങ്ങനെ യറാഹാ ഹസനതൻ, അത് നന്മയല്ലേ എന്ന് ആലോചിച്ചിട്ട്,
നന്മയല്ലേ എന്ന ഒരു കാഴ്ചപ്പാടിൽ എന്തിനപ്പം തടയുന്നത്? ഇതൊക്കെ നന്മയല്ലേ? ഭക്ഷണം കൊടുക്കൽ നന്മയല്ലേ? പ്രവാചകൻ്റെ മദ്ഹ് പറയൽ നന്മയല്ലേ? അന്ന് യാസീൻ ഓതൽ നന്മയല്ലേ? ഇങ്ങനെ നന്മയല്ലേ എന്ന് കരുതി ആരെങ്കിലും ഇസ്ലാമിലില്ലാത്ത ഒന്ന് കൊണ്ടുവരികയാണ് എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന അർ-റിസാല. അവൻ വാദിക്കുന്നത് എന്താണ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൽ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അങ്ങനെ ആരെങ്കിലും പറയണേ ഇത് നബി പറയാൻ മറന്നുപോയതാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നബി പറഞ്ഞിട്ടില്ല എങ്കിൽ, സഹാബിമാരത് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത്രയും വലിയൊരു നന്മ ഉണ്ടായിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, പിന്നീട് വന്ന ആളുകൾക്കാണ് ആ നന്മ കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന്, ഇസ്ലാമിലൊരു ആചാരമേ കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. കാരണം ഇത്രയും നല്ലൊരു കാര്യം ഉണ്ടായിട്ട് അത് പറഞ്ഞു തന്നില്ല. പറയണമായിരുന്നല്ലോ, അത് പറഞ്ഞില്ല. അതുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നത്തി ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും ബിഹി. പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാതെ പോയിട്ടേയില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വലാ തറക്തു മിൻ ഷൈഇൻ യുബഇദുക്കും അനിന്നാരി ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും അൻഹു. നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റാൻ കഴിയുന്ന എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ വാദിക്കുന്നത് എന്താ? അല്ല, ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടായിരുന്നു, നബി പറഞ്ഞിട്ടില്ല, അതാണ് വാദം. അങ്ങനെ ആണ് നമ്മളത് പറഞ്ഞില്ല എങ്കിലും നമ്മുടെ പ്രവൃത്തി സൂചിപ്പിക്കുന്നത് അതാണ്. ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടുവരുന്ന നബിദിന ആഘോഷങ്ങളെക്കുറിച്ച്, പ്രവാചക സ്നേഹ ആഘോഷങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. സത്യമായി മനസ്സിലാക്കി സത്യത്തിൻ്റെ വക്താക്കളാകുവാൻ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളാണ് ആലോചിക്കേണ്ടുന്നത്, നമ്മളാണ് പഠിക്കേണ്ടുന്നത്. അത് കൃത്യമായി ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കി പ്രവാചക സ്നേഹം മനസ്സിലാക്കി യഥാർത്ഥ പ്രവാചക സ്നേഹം ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളിയിലെ കളക്ഷൻ ഉപയോഗിക്കുന്നത് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മുടെ പള്ളിയിലേക്ക് ധാരാളം അപേക്ഷകൾ പലരും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങളെ നമ്മളാൽ കഴിയും വിധം അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടു കൂടി മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കഴിയും വിധത്തിൽ അതിനോട് സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ്. നാഥൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള പിതാക്കന്മാർ, മാതാപിതാക്കൾ, ഒപ്പം മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ വേദന വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ്